ഞാൻ കൃഷ്ണ പൂജപ്പുര. ഞാൻ എഴുതിയ ഹാസ്യ സമാഹാരമാണ് ഡ്രാക്കുള നമ്മുടെ ആളാണ്. എത്ര നാളോട് എഴുതി തീർത്തത്? കുറേ നാൾ എഴുതി. എത്ര നാളെടുത്തു? ഞാനത് 2 മാസം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിധി സ്വാഗതം. സുകുമാറാണെങ്കിൽ സ്വന്തം നിലയിലാണ് ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഡ്രാക്കുള നമ്മുടെ ആളായ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിധി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും. എൻ്റെ രാജ്യരാമായണം എന്നുള്ള പുസ്തകം ഈ 1925 പെടുന്ന ഒന്നാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുമാറിന്റെ കാര്യം പറഞ്ഞ പോലെ അതുപോലെ ശ്രീ ഉദയനും സെൻറ്ററിൽ പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ പൂജപ്പുരയോടുള്ള അതിരിട്ട സ്നേഹം കഴിഞ്ഞിട്ട് ഉടനെ എനിക്കൊരു പുസ്തകം പറയുമ്പോൾ സത്യം പറയുകയും വിശ്വസിക്കാനാവില്ല. അത് വളരെ പരിമിതമാണ്. എനിക്ക് ഈ പുസ്തകപ്രവർത്തന രംഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ധാരണകളുള്ളത്. എൻ്റെ പല സുഹൃത്തുക്കളും അത് പേരെടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല. രാജീവനറിയാം, ഷെൽവി, നമ്മുടെ മൾബറി പബ്ലിക്കേഷൻ. ഡ്രാക്കുള ഈ ചടങ്ങോടുകൂടി നമ്മുടെ എല്ലാവരുടെയും ആളായി മാറിയിരിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ശ്രീ രാജീവ് ഗോപാലകൃഷ്ണൻ, ശ്രീ സുരേശൻ, അതുപോലെ ശ്രീ രാധാകൃഷ്ണൻ, ഒരു നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ഉദ്ഘാടകൻ തന്നെ, പ്രകാശനം നിർവഹിച്ച ആൾ തന്നെ അതിൻ്റെ ഏതാണ്ട് മർമ്മം കൃഷ്ണന്റെ വളരെ വിശ്വാസത്തോടുകൂടി ഏൽപ്പിച്ചതാണ്. ഞാൻ ചോദിച്ചതാണ്, ഞാൻ വന്ന് 2 ആശംസ പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ പോരെ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഈ പുറത്തായി ഞാൻ നിങ്ങളോട് 2 കാര്യം വായിക്കും, നിർബന്ധമായും പറയും. ഒന്ന്, KPG എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന കൃഷ്ണ പൂജപ്പുരയുടെ പഠനം, കൃഷ്ണ പൂജപ്പുരയുടെ ലേഖനങ്ങളുടെ ഒരു പഠനമുണ്ട്. സത്യം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് അതിങ്ങനെ ഏറ്റവും ഒടുവിൽ ചേർത്ത് എനിക്ക് നൽകിയ കൃഷ്ണനോടുള്ള എന്റെ സ്നേഹം. ശ്രീ വാമനപുരം മണി, മറ്റു ചിത്രലക്കത്ത് ഡ്രാക്കുള നമ്മുടെ ആളാ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ രീതിയിൽ എല്ലാത്തിനും കഥാപാത്രം അത്തായച്ചൻ തന്നെ. അപ്പൊ അങ്ങനെ വേണ്ടി വരുമ്പോൾ അതെനിക്ക് തോന്നുന്ന ഈ സീരിയലും സിനിമയും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ എഴുതേണ്ടി വരും. നമുക്ക് ആ രീതിയിൽ തന്നെ എഴുതേണ്ടി വരും. രണ്ട് വാക്കൂടെ പിന്നെ പറയാനുണ്ട്. ചരിത്രകാരൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ മറ്റ് കേസിനെയും പിന്നെ ഭട്ടതിരിക്കതല്ലേ നമ്പൂതിരിയൊക്കെയാണ് ഓർമ്മ. പക്ഷെ അതിൽ നിന്ന് മാനയുടെ വാക്കുള്ളത് മാനയുടെ നിർത്തിപ്പോയി. പിന്നെ അതിനുശേഷം വന്ന നമ്മൾ കാർട്ടൂണിസ്റ്റുകൾ ഈ വിധത്തിൽ മർമ്മത്തെ സജീവമായി കൊണ്ടുവരുന്നത് സുകുമാറിൻ്റെ സ്വന്തം വീട്ടുകാരെ പോലെയാണ്. മറ്റുള്ളവർ പറയുന്നു കുട്ടപ്പച്ചേട്ടൻ നാട്ടുകാർക്ക് വേണ്ടി സ്വയം മറന്നെല്ലാം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോഴും കുട്ടപ്പച്ചേട്ടൻ്റെ ഭാര്യ വന്നിട്ട് മരിച്ചു കിടക്കുന്ന ആളിൻ്റെ മൂടി ഒന്ന് ഉയർത്തിയതാണ്. എന്ത് ചെയ്യും ചടങ്ങ് എനിക്ക് ഇവരെയൊക്കെ തന്നെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു പോയത്. നമ്മളെക്കുറിച്ച് അറിയാവുന്ന റഹീം ആണ് ഞങ്ങളിലുണ്ടായിരുന്ന കാശിയാറിലൊരാൾ പഠിക്കുമ്പോഴൊക്കെ
കാരണം റഹീമിൻ്റെ വാപ്പയ്ക്ക് കടയുണ്ട്. അപ്പോൾ റഹീമിൻ്റെ പോക്കറ്റിൽ കുറച്ച് കാശൊക്കെ കാണും. ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓണത്തിനൊക്കെ അപ്പുറത്ത് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. ഊട്ടിയിലായിരിക്കും, ഇവിടെ കാണാതെ വീട്ടിൽ പറ്റാൻ ഞങ്ങൾ ഒരുപാട് കഥകളും പറ്റും എൻ്റെ കഥകളിൽ വന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഉള്ള എൻ്റെ വളരെ പ്രിയങ്കരായിട്ടുള്ള 3 പേർ. ഉദയനാണ് എൻ്റെ മോൻ SLCക്കൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിടാ പഠിക്കുന്ന ഒരു ടെക്നിക്കാണ്, ആ ടെക്നിക്ക് വെച്ച് പഠിച്ചാൽ നിനക്ക് SLCക്ക് ഗംഭീര മാർക്ക് കിട്ടുമെന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ ഏത് ടെക്നിക്ക് വെച്ചാണ് പഠിച്ചതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ആ ബുക്ക് കിട്ടുമെന്ന്. എനിക്ക് രാജീവ് പറഞ്ഞതുപോലെ എനിക്കത് വലിയൊരു, എൻ്റെ ക്ലാസ്സിലെല്ലാം മിടുക്കന്മാരായിരുന്നു. ഞാൻ ഗ്രാമീണ സ്കൂളുകളിലാണ് ആദ്യം പഠിച്ചത്. ഒറ്റശേഖരമംഗലം, കൂടിനാട്, പാറശാല, അവിടെയൊക്കെ വെച്ച് ഞാൻ വലിയ മിടുക്കനാണ്. അപ്പോഴാണ് തിരുവനന്തപുരത്ത് മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെ അന്ന് ക്രീം സ്കൂളാണ് അന്ന്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ പഠിച്ചാൽ ഗംഭീരം ഒരു എന്ന് പറഞ്ഞാൽ അച്ഛനോട് എനിക്ക് മോഡൽ സ്കൂളിൽ പഠിച്ചാലേ പഠിത്തം കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരികയും 8ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേരുകയും അത് എല്ലാം മിടുക്കന്മാർ. സന്തോഷം. മോളിക്കാർ ട്രാക്കുള്ള പോലെ കാണിക്കുക. എനിക്ക് ഡേറ്റ് വെച്ചോ. ഇതിനാണ് വന്നത്. ഞാൻ ദീപിലുണ്ട്.